വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കുബേര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇപ്പോൾ മെയ് 15 2026 മെയ് 15 മുതൽ നല്ല യോഗമുള്ള ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വളരെ നല്ല നിലയിലേക്ക് വീണ്ടും പടവുകൾ കയറി പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും അതുകൊണ്ട് ആ നക്ഷത്രത്തിനുണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ നിലയിലേക്ക് ഒരു രാത്രി നേരം വെളുത്ത് കഴിയുമ്പോഴേക്കും നിലയിലെത്തുന്ന നക്ഷത്രമാണ് ആ നക്ഷത്രം. ആ നക്ഷത്രത്തിന് ഒരുപാട് യോഗമുണ്ട്. അലങ്കാര ഗോപുരമായ ഒരു നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളും പ്രധാനപ്പെട്ട നക്ഷത്രമാണ്. എന്തൊക്കെയാലും ആ നക്ഷത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2026 മെയ് 15 മുതൽ ആ നക്ഷത്രത്തിന്റെ യോഗം എന്നത് വലിയ ഒരു യോഗം തന്നെയാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ, ഇതുവരെ നിങ്ങൾ ഇങ്ങനെ പരിങ്ങളിൽ കിടന്നിരുന്നെങ്കിൽ നിങ്ങളത് വീണ്ടും വീണ്ടും വെച്ചടി കയറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് 15 മുതൽ വരാൻ പോകുന്നത്. അത് പ്രധാനമായും അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ്. വൃശ്ചികക്കൂറുകാരായ അനിഴം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അവരുടെ ജീവിതം മാറുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും സമയം അനുകൂലമാണ്. മനസ്സിനിണങ്ങിയ ഉദ്യോഗം ലഭിക്കുവാൻ യോഗമുള്ളവരാണ് ഈ അനിഴം നക്ഷത്രക്കാർക്ക്. മെയ് 15 മുതൽ അതിനുള്ള നിങ്ങളുടെ വ്യത്യാസങ്ങളും അവസ്ഥയുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനുള്ള സമയമാണ്. അനിഴം നക്ഷത്രക്കാർ എല്ലാവരോടും നല്ല മിതമായി പെരുമാറുന്നവരും ഊർജ്ജസ്വലരും എവിടെയും എത്തിച്ചേരാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരുമാണ്. അതിന്റെ പ്രയത്നഫലം നിങ്ങൾക്ക് മെയ് 15 മുതൽ ഉണ്ടാകാൻ പോവുകയാണ്. മെയ് മാസത്തിൽ നല്ല യോഗമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ അടക്കം ഉപരിപഠനത്തിനായി കാത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ ജോലിയുള്ളവർ, മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കെല്ലാം നല്ല സമയമാണ്. ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ ജോലിക്കായി പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർ, നഴ്സിംഗ് ജോലി ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോകാൻ, യൂറോപ്പിലൊക്കെ പോകാൻ ഇരിക്കുന്നവർ, ഇവർക്കൊക്കെ നല്ലതാണ്. വിവാഹം നടക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് നാളുകൾ മുടങ്ങിയിരുന്നവർക്ക് വിവാഹ സമയമാണ്. പ്രണയിതാക്കൾക്ക് ഏറ്റവും സമയം അനുകൂലമാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അനിഴം നക്ഷത്രം പൊതുവെ ഊർജ്ജസ്വലമായ നക്ഷത്രമാണ്. അവരെന്ത് ചെയ്താലും അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടില്ല എന്നുള്ള പരാതി പണ്ടേ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറി വരികയാണ്. നിങ്ങളൊരു 45 വയസ്സ് അല്ലെങ്കിൽ 52 വയസ്സ് 61 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സമയം വളരെ മാറുകയാണ്. കുബേര തുല്യമായ ജീവിതത്തിലേക്ക് ഇത്രയും നാൾ നിങ്ങൾ സൂഹിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ സുഖലോലുപമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. വാഹനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ പുതുക്കി വാങ്ങുക, വീട് വയ്ക്കുവാനുള്ള അവസരം, ചിലർക്ക് അടിസ്ഥാനമൊക്കെ ഇട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു സമയമായിരിക്കാൻ, ലോൺ പോലും കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടം കയറിയിരിക്കുന്നവർക്ക് അത് മാറാനുള്ള അവസരമാണ്. ചിലപ്പോൾ ലോട്ടറിയോ അല്ലെങ്കിൽ കുബേരതുല്യമായ ജീവിതം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുക, അതുപോലെ ഭൂസ്വത്തുക്കൾ ലഭിക്കുക, നിധി ലഭിക്കുക, എന്തെങ്കിലുമൊക്കെ സ്വർണമൊക്കെ എങ്ങനെയൊക്കെ ലഭിക്കുക, അതൊക്കെ ഒരു അപൂർവമായ കുബേരന്റെ ഒരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും അനിഴം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനങ്ങളൊന്നും മുടക്കരുത്. ക്ഷേത്രങ്ങളിലൊക്കെ പരമാവധി പോയി നിങ്ങൾ ജപമൊക്കെ നടത്തണം. അതുപോലെ തന്നെ നിങ്ങളെ രാത്രികാല യാത്രകളിൽ നിങ്ങൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ശ്രദ്ധിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അധികമായി കൂട്ടുകൂടി പണം ചിലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആ പണത്തിന്റെ ദുരുപയോഗം ചിലപ്പോൾ നിങ്ങളുടെ വേറെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പണമൊക്കെ സ്വരൂപിച്ച് സമ്പാദിക്കാനുള്ള സമയമാണ്. അനിഴം നക്ഷത്രക്കാരായ ഈ മനുഷ്യരെല്ലാവരും ഒരേപോലെ രക്ഷപ്പെടും എന്നുള്ള പറയും. ചിലർക്ക് അവരുടെ ജാതകപ്രകാരം, ജന്മരാശി പ്രകാരം, ജനിച്ച സമയപ്രകാരമൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, ദോഷമുണ്ടെങ്കിൽ, അതുപോലെ ചൊവ്വാദോഷം, പാപദോഷം എന്നൊക്കെ പറയുന്ന പോലെ ശനിദോഷമൊക്കെ ഉള്ളവർ അതൊക്കെ മാറ്റിയെടുത്താൽ ജീവിതത്തിൽ ഉന്നമനത്തിലേക്ക് പോകാൻ പറ്റി. 2026 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അനിഴം നക്ഷത്രം ഒരു നിലയിൽ എത്തുമെന്ന് ഉറപ്പാണ്. കുബേരനൊപ്പമുണ്ട്, ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും നിങ്ങൾ മുടങ്ങിക്കിടന്ന്, അല്ലെങ്കിൽ കച്ചവടം ആരംഭിക്കാൻ, കൃഷി ആരംഭിക്കാൻ, ചില വ്യവസായങ്ങളൊക്കെ മറ്റേ കാര്യങ്ങൾ പോലെ തന്നെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതൊക്കെ മുടങ്ങിക്കിടന്നെങ്കിൽ അതൊക്കെ സഫലമാകാൻ പോവുകയാണ്. വിവാഹം മുടങ്ങിക്കിടന്ന് അവസാനം വിവാഹം വേണ്ടെന്ന് വെച്ച പുരുഷന്മാർക്കും യുവതികൾക്കുമൊക്കെ വിവാഹത്തിന്റെ സമയമാണ്. അച്ഛനമ്മമാരെ നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ട് അവരുടെ നല്ലൊരു ആത്മാർത്ഥമായ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. സഹോദരങ്ങളുമായൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ വീണ്ടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സമയമാണ്. അയൽക്കാരുമായി വിഷയമുണ്ടായിരുന്നു, അതും മാറി വരും. അതുകൊണ്ട് കലഹങ്ങൾ ഒഴിവാക്കാൻ പറ്റിയ സമയം കാണും. ഈ 2026 മെയ് 15 മുതൽ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ലോട്ടറി എടുത്തോളൂ, എപ്പോഴാണ് അടിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ തീർച്ചയായും വലിയ വലിയ തുകകളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് പണം കിട്ടാനുള്ള
ഒരു സമയമാണ് ഇപ്പോൾ. അത് ഏത് രീതിയിൽ വരുന്നു എന്നറിയാൻ പറ്റില്ല. മെയ് 15 മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ ജീവിതചര്യകളിൽ മാറ്റം വരുത്തണം. വ്യായാമം നടത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ ശാരീരികമായ അവശതകൾ മാറ്റാനുള്ള പരിചരണമൊക്കെ നടത്തണം. ചിലർക്കൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ. അനിഴ നക്ഷത്രക്കാരായ പുരുഷനും സ്ത്രീകൾക്കും ഒരുപോലെ ഊർജ്ജസ്വലരാണ്. എവിടെയും തിളങ്ങി നിൽക്കുന്നവരാണ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ തിളങ്ങും. ഏത് മേഖലയിൽ ചെന്നാലും അവർക്കൊരു ഇരിപ്പിടം കിട്ടും. അതുപോലെ എത്ര ജനങ്ങളിടയിൽ ചെന്നാലും അവർ ശ്രദ്ധിക്കപ്പെടും. അതൊക്കെ അവരുടെ ഒരു പ്രത്യേകതയാണ്. അനിഴം ഒരു അലങ്കാര നക്ഷത്രം, അലങ്കാര ഗോപുരം പോലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അനിഴ നക്ഷത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അനുരാധ എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്രം. ഈ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്കൊക്കെ വലിയ വലിയ കഴിവുകളാണ്. അവർ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത മേഖലകളിൽ എത്തിച്ചേരുന്നവരാണ്. സിനിമ, സീരിയൽ, സംഗീതം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകൾ, മറ്റു ജ്യോതിഷ മേഖലകൾ, ഡോക്ടർ, അതുപോലെ തന്നെ കെമിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വക്കീലന്മാർ, പോലീസുകാർ, അങ്ങനെ ഉയർന്ന തസ്തികയിലേക്കുള്ള മറ്റു മേഖലകളിലേക്കൊക്കെ പോകുവാൻ അവർക്ക് കഴിയും. പഠനത്തിലൊക്കെ മിടുക്കരായിരിക്കും. സ്ത്രീയും പുരുഷനും ഒരുപോലെ പ്രയത്നിക്കുന്നവരാണ്. കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും. ഏറ്റവും ഇളയ മക്കളാണെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കുക. അത് അവർക്കൊരു മാനസികമായ അച്ഛനോടും അമ്മയോടുമുള്ള അടുപ്പം പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ ഇങ്ങനെ പോകും. ഭാര്യയും മക്കളുമായിട്ടൊക്കെ വലിയ സ്നേഹത്തോടെ പോകും. അതുപോലെ മക്കളെയും ഭാര്യയെയും എപ്പോഴും സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അനിഴ നക്ഷത്രക്കാരായ പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബം നോക്കുകയും കുടുംബത്തെ ഒരു അത്താണിയായി നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഈ 2026 മെയ് 15 മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ, നിങ്ങൾ വേറൊരു തലത്തിലേക്ക് എത്തുവാൻ പോവുകയാണ്. അനിഴ നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്ന ദുഃഖവും ദുരിതവും ഒക്കെ കുറച്ചു നാളായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നു. നക്ഷത്രത്തിന്റെ ഗ്രഹങ്ങളുടെ മാറ്റം വരുന്നതനുസരിച്ച്, ശനിയുടെ മാറ്റം വരുന്നതനുസരിച്ച് അതൊക്കെ മാറി വരുമ്പോഴാണ് ഈ വൃശ്ചികക്കൂറുകാരായ അനിഴ നക്ഷത്രക്കാർക്ക് സമയത്തിന്റെ ഒരു സൂര്യോദയം തന്നെ ജീവിതത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ക്ഷേത്ര ദർശനം നടത്തുക. ദേവീക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും ശ്രീരാമ ക്ഷേത്രങ്ങളിലുമൊക്കെ പൂജകൾ നടത്തുക. പരമാവധി ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ നടത്തണം. ദൈവത്തിന്റെ ഒരു കാരുണ്യം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ദൈവം തണലായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സമയമാണ്. അത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകെട്ടുകൾ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റും. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ അവിടെ എത്താൻ പറ്റും. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഉപരിപഠനത്തിനുള്ള സമയമാണ്. രക്ഷിതാക്കളെ സംരക്ഷിക്കാനുള്ള സമയം അവർ കണ്ടെത്തും. അതുപോലെ മാതാപിതാക്കളുമായി ഏറ്റവും അടുത്ത് സ്നേഹത്തോട് പെരുമാറാനുള്ള ഒരു സമയമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി എല്ലാവരും സന്തോഷമായിരിക്കാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് വരുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ, കുബേരതുല്യ ജീവിതം, ലോട്ടറി ഭാഗ്യം, അതുപോലെ ജോലിയിൽ കൂടി നല്ല ഉയർന്ന ജോലിയിൽ കൂടി സാമ്പത്തികം വന്ന് കുടുംബത്തിന് നല്ലൊരു ആസ്തി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അനിഴ നക്ഷത്രക്കാർ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ഒരു ജീവിതത്തിലേക്കാണ് അനിഴ നക്ഷത്രക്കാർ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു നിരയിലേക്കാണ് പോകുന്നത്. ഈ മെയ് 15 മുതൽ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. അത്രയ്ക്ക് വലിയ മാറ്റങ്ങളുമായാണ് അനിഴ നക്ഷത്രം അവരുടെ ജീവിതത്തിന്റെ ആ പടവുകൾ കയറി പോകുന്നത്. ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വിശദമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നാളും പേരും ജനസമയമൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഓരോ നക്ഷത്രത്തിന്റെയും പ്രത്യേക ജനസമയം അനുസരിച്ച് കാര്യങ്ങൾ അറിയുവാൻ കഴിയും. എന്തെങ്കിലും ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.